അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഏറ്റവും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, റമദാൻ 17 ഇന്ന്. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും വഴിത്തിരിവായിരുന്നു ബദ്ർ യുദ്ധം എന്ന് പറയുന്നത്. ബദ്ർ യുദ്ധത്തിൽ പങ്കെടുത്ത ബദരീങ്ങൾ, അവരെ നാം ഇന്ന് അനുസ്മരിക്കുകയാണ്. ഓരോ മുഅ്മിനിനും ബദരീങ്ങളെ അനുസ്മരിക്കൽ വലിയ പ്രതിഫലമുള്ള കാര്യവുമാണ്. ലോകത്ത് ഇസ്ലാമിന്റെയും പ്രവാചകന്റെയും നിലനിൽപ്പ് വരെ നിർണയിച്ചത് ബദർ യുദ്ധമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബദർ യുദ്ധത്തിന് മുന്നോടിയായി നടത്തിയ ഒരു പ്രത്യേകമായൊരു പ്രാർത്ഥനയുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? അള്ളാഹുവേ, ഈ സംഘത്തിനെ നീ പരാജയപ്പെടുത്തുകയാണെങ്കിൽ ലോകത്ത് പിന്നെ നിനക്ക് ആരാധിക്കുന്ന അടിമകൾ ഉണ്ടാവില്ല അള്ളാഹുവേ. അതുകൊണ്ട് നീ എനിക്ക് തന്ന വാക്കിനെ നീ പാലിക്കണേ, ഞങ്ങൾക്ക് നീ കാവല് നൽകണേ എന്ന് അള്ളാഹുവിനോട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു. ഇന്ന് വെറും 313 പരം വരുന്ന സഹാബത്തുമായിട്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ എന്ന ആ രണാങ്കണത്തിലേക്ക് പോയത്. മറുപക്ഷം എന്ന് പറഞ്ഞ 900-ൽ പരം എതിർ സൈന്യങ്ങളുമുണ്ട്. ഹിജ്റ 2-ാം വർഷം റമദാൻ 17-നായിരുന്നു ആ പവിത്രമായ, എല്ലാവരും അനുസ്മരിക്കപ്പെടുന്ന ബദർ യുദ്ധം നടന്നത്. ബദർ യുദ്ധത്തിന്റെ വിജയം എന്ന് പറഞ്ഞത് എന്തായിരുന്നു? ബദരീങ്ങളുടെ ഇസ്ലാമിനോടുള്ള അചഞ്ചലമായ വിശ്വാസവും ആ ജീവാർപ്പണവുമായിരുന്നു ബദറിന്റെ വിജയം എന്ന് പറയുന്നത്. എല്ലാ ബദരീങ്ങളും ഒറ്റ മനസ്സോടുകൂടെ അള്ളാഹുവിന്റെ ദീന് ഇവിടെ നിലനിൽക്കണമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ബദറിന്റെ വിജയം നടക്കുന്നത്. അൻസാരികളായ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചു ഈ കാര്യം അങ്ങ് പ്രഖ്യാപിച്ചു. അള്ളാഹുവിന്റെ നബിയെ അൻസാരികളായ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിളിച്ചു പറഞ്ഞു, നബിയെ, തങ്ങൾ എന്തിനു ഭയക്കണം? ഞങ്ങൾ ഒരിക്കലും മൂസാ നബിയുടെ അനുയായികൾ മൂസാ നബിയോട് പറഞ്ഞ വാക്ക് തങ്ങളോട് പറയുമെന്ന് തങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്താണ് മൂസാ നബിയുടെ അനുയായികൾ മൂസാ നബിയോട് പറഞ്ഞത്? മൂസാ നബിയോട് പറഞ്ഞു, ഓ മൂസ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ എന്നാണ് മൂസാ നബിയുടെ അനുയായികൾ മൂസാ നബിയോട് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ പറയോ നബിയെ എന്നായിരുന്നു അൻസാരികളായ സ്വഹാബത്ത് ചോദിച്ചത്. അങ്ങനെ ഒരിക്കലും പറയുകയില്ല, നബി തങ്ങൾ ഒരിക്കലും ബേജാറാവണ്ട എന്ന് അൻസാരികളായ സഹാബികൾ മുത്ത് നബിയോട് പറഞ്ഞു. ഞങ്ങൾ അങ്ങയുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും മുന്നിലും പിന്നിലുമായി ഒക്കെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഞങ്ങൾ പൊരുതുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ സ്നേഹമുള്ള അൻസാരികളായ സഹാബികൾ പറഞ്ഞു. ഇസ്ലാമിക ചരിത്രത്തിലെ ഈ നിർണായകമായ യുദ്ധത്തിനെ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നിന്ന് അനുസ്മരിക്കുന്നുണ്ട്. ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും റമദാൻ 17-ന് ബദരീങ്ങളെ പ്രകീർത്തിക്കുകയും അവിടുത്തെ മൗലിദ് ഓതുകയും അവിടുത്തെ അനുസ്മരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ചെയ്യാത്ത ഒരു വിഭാഗം ആളുകളുണ്ട്. അവർക്ക് ഇസ്ലാമിനോട് ഒരു പ്രതിബദ്ധത ഇല്ല എന്നതാണ്. ബദരീങ്ങളെ കുറിച്ച് ബോധമുള്ള മുസ്ലിമീങ്ങളായ ആളുകൾ അവർ എല്ലാ കാലത്തും ബദരീങ്ങളെ അനുസ്മരിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്കറിയാലോ, പണ്ടത്തെ ഉമ്മമാര് എന്തെങ്കിലും ആപത്ത് വരാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ ബദരീങ്ങളെ എന്ന് വിളിക്കുന്ന ഒരു വിളിയുണ്ട്. ആ വിളി എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? ബദരീങ്ങൾ കാക്കുമെന്ന ഉറച്ച വിശ്വാസം കൊണ്ടാണ്. ബദരീങ്ങൾ മുഖേന അള്ളാഹു കാക്കുമെന്ന വിശ്വാസം കൊണ്ടാണ്. അപ്പോ അള്ളാഹു തന്നെ നമ്മെ സഹായിക്കും. ബദരീങ്ങൾ അത്രയും വിശ്വാസം ഉണ്ടായത് കൊണ്ടാണ്. എന്നാൽ ഇന്നത്തെ പുത്തൻവാദികൾ, അവർക്ക് ഇതൊന്നും ഒരു പുല്ല് വിലയാണ്. അവർക്കതൊന്നും ആവശ്യമില്ല. അവരങ്ങനെ നടക്കുകയാണ്. പക്ഷേ യഥാർത്ഥ മുഅ്മിനീങ്ങളായ ആളുകൾ ബദരീങ്ങളെ മനസ്സിലാക്കി ബദരീങ്ങളുടെ പേരിലുള്ള ആണ്ടുകൾ നടത്തുന്നുണ്ട്, ബദരീങ്ങളെ അനുസ്മരിക്കുന്നുണ്ട്. എല്ലാ റമദാൻ 17-നും ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദിക്റുൽ അംബിയ മിനൽ ഇബാദ വദിക്റുസ് സ്വാലിഹീന കഫാറ. ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ അംബിയാക്കളുടെ അനുസ്മരിക്കൽ അത് നിങ്ങൾക്ക് ഇബാദത്താണ്, അതുപോലെ സ്വാലിഹീങ്ങളെ അനുസ്മരിക്കൽ അത് കഫാറത്തും കൂടിയാണ് എന്ന് ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് കാണാം. നിങ്ങൾ മഹാന്മാരായ ആളുകളുടെ, സ്വഹാബത്തിന്റെ, അമ്പിയാക്കന്മാരുടെ അവരുടെയൊക്കെ ഇങ്ങനെ അനുസ്മരണം നടത്തുമ്പോൾ നിങ്ങളുടെ ചെറുദോഷങ്ങളും ദോഷങ്ങളൊക്കെ നിങ്ങൾക്ക് പൊറുക്കാൻ കാരണമാണെന്ന് ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് കാണാം. നമുക്കറിയാമല്ലോ, ഹദീസിന്റെ ഗ്രന്ഥത്തിൽ മുന്നിൽ നിൽക്കുന്ന ഗ്രന്ഥമാണ് ബുഖാരി എന്നുള്ളത്. ആ ബുഖാരിയിൽ തന്നെ ബദർ ദിനത്തെക്കുറിച്ച്, ബദറിനെ കുറിച്ച് മാത്രം പറയുന്ന ഒരു അധ്യായം തന്നെയുണ്ട്. ബദറിൽ പങ്കെടുത്തവരുടെ മഹത്വവും പറയുന്ന അധ്യായമുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളോട് ചോദിച്ചു, നബിയെ,
നിങ്ങൾ ബദറിൽ പങ്കെടുത്തവരെ എങ്ങനെയാണ് കാണുന്നത്? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ബദറിൽ പങ്കെടുത്തത് മനുഷ്യരിലെ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളാണ്. മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആളുകളാണ് ആര്? ബദരീങ്ങൾ എന്നുള്ളത്. അപ്പൊ ജിബ്രീൽ അലൈഹി ഇസ്ലാം അങ്ങോട്ട് പിന്നെ പറഞ്ഞു, എന്നാൽ ബദറിൽ പങ്കെടുത്ത മലക്കുകളുമുണ്ട്. ആ മലക്കുകളും അങ്ങനെ തന്നെയാണ് നബിയെ, അവർക്കും വലിയ ശ്രേഷ്ഠത അള്ളാഹു താല നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് കാണാം. ബഹുമാനപ്പെട്ട ഹാരിസ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരെ കുറിച്ച് അവരുടെ ഉമ്മ വന്നിട്ട് നബിയോട് ചോദിച്ചു, നബിയെ നബിയെ എൻ്റെ മകനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ, എൻ്റെ മകൻ സ്വർഗത്തിലാണോ എന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ ഉമ്മ ചോദിക്കുകയാണ്. ആ സമയത്ത് ആ ഉമ്മയോട് നബി തങ്ങൾ പറഞ്ഞ മറുപടി, അതെ, ഉറപ്പായും നിങ്ങളുടെ മകൻ സ്വർഗത്തിലാണ്. നിങ്ങളുടെ മകൻ സ്വർഗത്തിലെ ഫിർദൗസുൽ അഅല എന്ന് പറയുന്ന ഗണത്തിലാണ്, അവിടെയാണ് ഉള്ളത് എന്ന് ഈ ഉമ്മയോട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഇത് എങ്ങനെയാണ് വന്നതെന്ന് അറിയുമോ? ബദർ യുദ്ധത്തിൽ ബഹുമാനപ്പെട്ട ഹാരിസ് റളിയല്ലാഹു അൻഹു പങ്കെടുത്തിട്ടില്ല. പക്ഷെ ബദർ യുദ്ധത്തിന്റെ ആ രണാങ്കളത്തിന്റെ കുറച്ചപ്പുറത്ത് അവിടെ നിന്ന് നോക്കി നിൽക്കുന്ന സമയത്ത് ബദറിൽ നിന്നുള്ള ഒരു അമ്പ് ബഹുമാനപ്പെട്ടവരുടെ ശരീരത്തിൽ തട്ടി അവിടുന്ന് ഷഹീദാവുകയാണ്. അത്ര സംഭവിച്ചിട്ടേ ഉള്ളൂ. ബദറിലേക്ക് ഇറങ്ങിക്കൊണ്ട് ആ ഘോരമായ യുദ്ധത്തിൽ അവർ പങ്കെടുത്തിട്ടേ ഇല്ല. അവിടെ നിന്നുള്ള അമ്പ് വന്ന് ശരീരത്തിൽ തറച്ചപ്പോൾ അങ്ങനെ ഷഹീദായതാണ് ബഹുമാനപ്പെട്ട ഹാരിസ് റളിയല്ലാഹു അൻഹു. ആ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെ ഫിർദൗസിൽ അയലയാണ് കിട്ടിയതെങ്കിൽ ബദറിൽ പങ്കെടുത്ത അവിടുത്തെ ബദരീങ്ങൾക്ക് എത്രമാത്രം വലിയ പവർ ഉണ്ട്. അപ്പൊ അത്രയും പവർ ഉള്ളവരാണ് ബഹുമാനപ്പെട്ട ബദരീങ്ങൾ എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും പവിത്രതയുള്ള മഹാന്മാരാണ് ബദരീങ്ങൾ. ആ ബദരീങ്ങളുടെ മേൽ നമ്മൾ എന്നും അവരെ അനുസ്മരിക്കണം. അവർക്ക് വേണ്ടി യാസീനോദനം, അവർക്ക് വേണ്ടി നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യണം. ഇന്ന് റമദാൻ 17 ഇന്ന് നമ്മുടെ നാടുകളിലെ എല്ലാ പള്ളികളിലും ബദർ അനുസ്മരണം നടക്കുകയാണ്. അവിടെ നല്ല ഭക്ഷണം വെച്ച് വിളമ്പി ജനങ്ങൾക്കൊക്കെ നൽകുകയാണ്. ഇതൊക്കെ നല്ല പ്രവൃത്തിയാണ്. എന്നാൽ ഇതൊന്നും കണ്ട് സഹിക്കാൻ പറ്റാത്ത മുജാഹിദ് വിഭാഗമുണ്ട് ഇവിടെ. അവരെ നാം തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമേ ഇല്ല. അവർക്ക് ബദരീങ്ങൾ ആണ്ടൊന്നും അവർക്ക് പോകുന്നില്ല. എന്തുകൊണ്ടാണ്? ഇസ്ലാമിനെ വേണ്ട രീതിയിൽ പഠിക്കാത്തത് കൊണ്ടാണ് നാം മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് ബദരീങ്ങളുടെ സഹായം നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.